ജന്മനാടിനെ വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പടവാൾ കൊണ്ട് വീരസഹിതം രചിച്ച കുഞ്ഞാലിമരക്കാരുടെ ആസ്ഥാനമായ കോട്ടക്കൽ ഉൾപ്പെടുന്ന പയ്യോളി പഞ്ചായത്ത് ഇന്ത്യാ ചരിത്രത്തിൽ തന്നെ അതുല്യമായ ഒരു സ്ഥാനം വഹിക്കുന്നു. കേരളത്തിൻ്റെ വീരപുളകമായിരുന്ന മരക്കാർ കുടുംബത്തിൻ്റെ ജന്മദേശം അറേബ്യ ആണെന്നും ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിൽ അവർ വ്യാപാരാർത്ഥം കേരളത്തിൻ്റെ പശ്ചിമ തീരത്തു കുടിയേറി പാർത്തതാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സാമൂതിരിയുടെ നാവിക സൈനികാധിപത്യം മരക്കാർ കുടുംബത്തിന് അർപ്പിച്ചതോടുകൂടിയാണ് കുഞ്ഞാലി എന്ന സ്ഥാനപ്പേര് നൽകിയത്. വാസ്കോഡ ഗാമ കേരളത്തിൽ കാലുകുത്തിയതു മുതൽ കുഞ്ഞാലി നാലാമൻ രക്തസാക്ഷിത്വം വരിച്ചതുവരെ ചെറുതും വലുതുമായ 26 യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ചില യുദ്ധങ്ങളിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും മരക്കാർമാർക്ക് പറങ്കികൾക്ക് കീഴടങ്ങിയിട്ടില്ലെന്നുമാണ് പ്രശസ്ത ചരിത്രകാരനായ സർദാർ KN പണിക്കർ പറഞ്ഞിട്ടുള്ളത്. മതവിദ്വേഷത്തിൻ്റെ കളങ്കമേൽക്കാത്ത അതിസുന്ദരമായ ഒരു ജീവിതഘടന അവർ കേരളത്തിൽ പടുത്തുയർത്തി എന്നും പണിക്കർ സമർത്ഥിച്ചിട്ടുണ്ട്. ഇരിങ്ങൽ പാറയ്ക്ക് പടിഞ്ഞാറ് മൂരാട് പുഴയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കുഞ്ഞാലി മൂന്നാമൻ ഒരു സുശക്തമായ കോട്ട നിർമ്മിച്ചത്. ഇതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് കോട്ടക്കൽ എന്ന പേര് ലഭിച്ചത്. മരക്കാർ കുടുംബത്തിൻ്റെ ഏറെ പ്രശസ്തനായ കുഞ്ഞാലി നാലാമനായിരുന്നു. കുഞ്ഞാലി നാലാമൻ്റെ നേതൃത്വമുള്ള കാലം വരെ തങ്ങളുടെ ലക്ഷ്യം കരഗതമാവുകയില്ലെന്ന് മനസ്സിലാക്കിയ പറങ്കികൾ കുഞ്ഞാലിയെ നാമാവശേഷമാക്കാൻ ദീർഘകാലം കരയിലും കടലിലും യുദ്ധം ചെയ്യുകയുണ്ടായി. ഇതിനിടയിൽ സാമൂതിരി രാജാവിൻ്റെ മുമ്പിൽ കീഴടങ്ങാമെന്ന് കുഞ്ഞാലി ഒരു ദൂതൻ മുഖേന അദ്ദേഹത്തെ അറിയിച്ചു. സാമൂതിരിയുടെ മുമ്പിൽ കീഴടങ്ങിയ കുഞ്ഞാലിയെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ പറങ്കിപ്പടയുടെ ക്യാപ്റ്റനായ ഫുർഡോസാവും അനുചരന്മാരും ബന്ധനസ്ഥനാക്കുകയും ഭൂലോക നരകമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഗോവയിലെ ട്രോങ്കോ എന്ന കാരാഗ്രഹത്തിൽ തുറങ്കിലിടുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ചതിയായിരുന്നു ഇത്. 1599 ജൂൺ 5 വമ്പിച്ച ഒരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ വീരസിംഹത്തിൻ്റെ ശിരസ് വെട്ടുകയും ശരീരഭാഗങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടി നിറുക്കുകയുമുണ്ടായി. മാത്രമല്ല ശിരസ് കണ്ണൂരിൽ പ്രദർശനത്തിന് വെക്കുകയും ചെയ്തു. അതോടെ ഇന്ത്യാ ചരിത്രത്തിലെ എക്കാലത്തെയും വീരപുളകമായിരുന്ന മരക്കാരുടെ അന്ത്യമായി. കോട്ടക്കൽ കോട്ട പൂർണ്ണമായും നശിപ്പിച്ചു തരിപ്പണമാക്കി. വിണ്ണും കടലും വിറപ്പിച്ച കുഞ്ഞാലിയുടെ പേറ്റില്ലവും പറങ്കികളിൽ നിന്ന് പിടിച്ചെടുത്ത സിംഹാസനവും കുഞ്ഞാലി നാലാമൻ ഉപയോഗിച്ച വാളും പരിചയും പലപ്പോഴായി കുഴിച്ചെടുക്കപ്പെട്ട പീരങ്കി ഉണ്ടകളും പഴയ യുദ്ധോപകരണങ്ങളും മാത്രമാണ് ചരിത്രാവശിഷ്ടമായി കോട്ടക്കലിൽ ഇന്ന് നിലവിലുള്ളത്. ഇവ കാണുന്നതിന് നിത്യവും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചരിത്ര കുതുകികൾ കോട്ടക്കൽ സന്ദർശിച്ചു വരുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിരുന്ന കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ ആത്മമിത്രമായിരുന്നു കടത്തനാടിൻ്റെ വീരപുരുഷനായ തച്ചോളി ഓതേനക്കുറുപ്പ്. ഉത്സവകാലത്ത് ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ വിദേശാധിപത്യത്തിനെതിരായി പടപരുതി വീരമൃത്യു മരിച്ച മരക്കാർക്ക് പ്രത്യേകം ഇരിപ്പിടമുണ്ടായിരുന്നു. പയ്യോളി പഞ്ചായത്തിലെ ഏറ്റവും പൗരാണികമായ ക്ഷേത്രമാണ് കീഴൂർ ശിവക്ഷേത്രം. താറോത്താഴ കുടുംബത്തിലെ കാരണവർ ഉത്സവത്തോടനുബന്ധിച്ച് 1 മാസം വ്രതമനുഷ്ഠിക്കുകയും ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് പുറപ്പെടുന്നത് മുതൽ കീഴൂർ ചൊവ്വ വയലിൽ കൂടി കടന്നു പോകുന്നതുവരെ കിഴക്കേ ചൊവ്വയിൽ അമ്പലനടയിൽ നിന്നും വളരെ അകലെയായി പട്ടുടുത്ത് വാൾ കയ്യിലേന്തി ഒറ്റക്കാലിൽ നിൽക്കണം. വ്രതമെടുക്കുന്ന 1 മാസം ഇദ്ദേഹത്തിനുള്ള ഭക്ഷണം കീഴൂരിലെ 32 കുടികളിൽ നിന്നും കൊടുത്തയക്കുകയാണ് പതിവ്. ഇന്നും ഈ സമ്പ്രദായം നിലനിന്നു പോരുന്നു.